ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ 4 മണിക്ക് മുന്നേ എനിക്കെല്ലാം സ്മൂത്താക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉള്ള ഒരു റഷ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ചിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കഷ്ടപ്പാടിനെ സിമ്പിൾ ആക്കാൻ വേണ്ടി എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തത്. ഒപ്പം നിന്നിട്ട് ഇത് പാക്ക് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അവരാണ്. എഴുതി ഒട്ടിക്കുകയും ഞാൻ അവിടെ ഹാമ്പർ ചെയ്യുമ്പോൾ അവരിതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് പോയി. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ചാൻസ് കിട്ടി. ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കയറി ഞാൻ എൻ്റെ വാച്ച് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയേഴ്സ് എല്ലാം ചെയ്യുന്നത് പ്രൊഫഷണലിനെ തന്നെയാണ്. നമ്മൾ DTDC ചെയ്യുന്നതിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ചെല്ലാറുണ്ട്. എല്ലാ കടക്കാം. കൊറിയർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡെലിവറിയും കൂടി ഉണ്ടായിരുന്നു. ഡയറക്റ്റ് കൊണ്ട് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ സാഗോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മാംഗോയുടെ ജ്യൂസിനകത്ത് കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് സ്പൂണിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുരം കുറച്ച് കൂടുതലുണ്ട്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് സംഭവം അടിപൊളിയാണ്. ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്കിനി നേരെ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഷൂര് സൈഡിലോട്ടായിരുന്നു നമുക്ക് പോകാനുണ്ടായിരുന്നത്. അവിടെ ചെന്ന് നമ്മൾ ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളും സന്തോഷവതിയാണ്, നമ്മളും സന്തോഷവതിയാണ്. ഇത് കൊടുക്കാൻ പറഞ്ഞ ആളും സന്തോഷവാനാണ്. എല്ലാം വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ കോഫി കുടിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി സ്റ്റീരിയോ ഒക്കെ വെക്കാനുണ്ട്. എന്താ ശരി അതൊക്കെ വെക്കാത്ത? എല്ലാവരും ചോദിക്കുന്ന വണ്ടി എന്നാ മോഡിഫൈ ചെയ്ത്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലെത്തി. ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പ ഷോപ്പിൽ നിന്ന് എത്താറായിട്ടുണ്ട്. ഇനി ഉപ്പാനെ പോയി നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്. ഉപ്പാനെ പിക്ക് ചെയ്യാൻ നമ്മൾ നേരെ ഷോപ്പിൽ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ദോശയാണോ. അങ്ങനെ നമ്മൾ ദോശയ്ക്ക് വേണ്ടി പോയി ആദ്യത്തെ കടയിൽ ദോശ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴും പോവാറുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വേണ്ട, നമുക്ക് മെയിൻ വൃത്തിയാണ്. വൃത്തിയുള്ള ഫുഡും വൃത്തിയുള്ള ഹോട്ടലും ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇല്ലേ കഴിക്കാൻ നമ്മൾ ഉണ്ടാവും. നമുക്ക് കോട്ടൻ്റെ ചുരിദാർ ഉമ്മാക്ക് വാങ്ങിക്കാൻ വേണ്ടി ഉമ്മ കോളിലാണ്. ഇമ്മാക്ക് കോട്ടൻ്റെ ചുരിദാർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കോട്ടൻ്റെ കുറച്ച് ചുരിദാറോട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മളത് പിക്ക് ചെയ്തില്ല. വേറെ 2-3 എണ്ണമാണ് നമ്മൾ 4-5 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഉമ്മാക്ക് എടുക്കാൻ പോയതാണെങ്കിലും കൂടെ പോയി എനിക്ക് 2 ജീൻസും ഒരു ടോപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ജീൻസ് എടുക്കണമെന്ന് ഞാൻ കുറേ കൊണ്ട് കരുതുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അതെനിക്ക് കിട്ടി. ഉമ്മാക്ക് 3 ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ജീൻസും കിട്ടി, ഒരു ടോപ്പും കിട്ടി. പിന്നെ നമുക്ക് വല്ലതും കഴിക്കാം, ബിക്കോസ് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും കഴിക്കാറുള്ള ബിരിയാണി തന്നെ അവരുടെ വേറെ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. CMയുടെ ബിരിയാണി ആയിരുന്നു നമ്മൾ കഴിക്കാൻ പോയിട്ടുള്ളത്. CMൻ്റെ ആസ് യൂഷ്വൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചിലർ ചിക്കൻ ബിരിയാണിയും, ചിലർ ചിക്കൻ ബീഫ് ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടവും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് നേരം നമ്മൾ പുറത്തിരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ കിടക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. എൻ്റെ ലോങ് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലാണ് ഇത് ചെയ്തേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തിരുത്തലോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ലാസ്റ്റ് കിഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ഗേസ് രാത്രി. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.